ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ. നമ്മളെ കയ്യിനെന്ന് ഉപമിക്കണ്ട. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തവർക്ക് അറിയുള്ളൂ. നമ്മളെപ്പോലത്തെ ജാഹിലിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഹദീസ് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഅൽ ലൈൽ. ഇന്നലെ രാത്രി വ്യഭിചരിച്ചവനും വ്യഭിചരിച്ച വേശ്യക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി, ഇന്നലെ രാത്രി മോഷ്ടിച്ചവന് പുറത്തു കൊടുക്കാൻ വേണ്ടി, ഇന്നലെ രാത്രി കുതന്ത്രങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തവന് പുറത്തു കൊടുക്കാൻ വേണ്ടി പകലിൽ കൈനീട്ടിയിരിക്കുന്നവനാണവൻ. അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം വകുല്ലുഹും മിർ റസൂൽ ലില്ലാഹി മുൽതമിസു ഹർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനൽ യമീ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ഫബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഒന്നുമല്ലാത്ത കാലത്ത് എല്ലാ നിഅമത്തും ചെയ്തു തന്ന ഒരാൾ, നിഅമത്തിന് അതും ഏറെ ദയാലുവായ ഒരാൾ, അതും ഏറെ കരുണാവാരിധിയായ ഒരാൾ, അതും ബാസിത്തുൽ കഫൈനിയായ ഒരാൾ, രണ്ട് കൈയും നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാൾ ഇപ്പോൾ നമുക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോബയോഗ്രഫിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ ലൈഫ് പരിശോധിക്കണം. ഈ ഒരു പോയിന്റിൽ നമ്മൾ കാഫറായി പോകും. വളരെ ശ്രദ്ധിക്കണം. അറിയാതെ മനുഷ്യർ കാഫറാകുന്ന ഒരു ഏരിയയാണിത്. മനുഷ്യർ അറിയാതെ കാഫറാവും. നിനക്ക് നിസ്കാരമില്ലാത്ത കാലത്ത്, നിനക്ക് നോമ്പില്ലാത്ത കാലത്ത്, നീ അല്ലാഹ് എന്ന് പറയാത്ത കാലത്ത് അവൻ ചെയ്ത അനുഗ്രഹം ഓർക്കണം. നിന്നെ സൃഷ്ടിച്ചത് അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവൻ എന്തൊക്കെയാ ചെയ്തെന്ന്. ഒരു ദുആഇന്റെ ഹദീസ് ഇങ്ങനെയാണ്, എന്നാണ് ഒരു ദുആയുടെ ഒരു ഹദീസിന്റെ ദുആയാണത്. സൃഷ്ടികൾ അവകാശപ്പെടുത്തുന്നതിന് മുമ്പേ അനുഗ്രഹം കൊണ്ട് തുടങ്ങിയവനെ, നിഅമത്തുകൾ കൊണ്ട് തുടങ്ങി, നിഅമത്ത് കൊണ്ടുമല്ല, നിഅമത്തുകൾ കൊണ്ട്. നീ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയതല്ല, അവൻ ഇങ്ങോട്ട് തരാനാ തുടങ്ങിയത്. നിഅമത്തുകളെ കൊണ്ട് തുടങ്ങിയവനെ ആ നിഅമത്തിനെ നീ അവകാശപ്പെടുത്തുന്നതിന് മുമ്പ് അങ്ങനെ വാരിക്കോരി തന്നവൻ. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഅൽ ലൈൽ. അവൻ ആരാണ്? പകൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി രാത്രി കൈനീട്ടി ഇരിക്കുന്നവൻ. കരഞ്ഞു. രണ്ടാമത്തെ ഹദീസ് ബുഖാരി മുസ്ലിമിലൊക്കെ ഉണ്ട്. ഈ ഹദീസ് ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ. പകൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി രാത്രി കൈനീട്ടിയിരിക്കുന്നവനാണ് അവൻ അല്ലാഹ്. വയതൂബ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഅൽ ലൈൽ. രാത്രി തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പകലിൽ കൈനീട്ടിയിരിക്കുന്നവനാണ് അവൻ. പകൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ആ രാത്രിയിൽ കൈനീട്ടിയിരിക്കുന്നവനാണ് അവൻ. എപ്പോഴാണ് അടിമ തെറ്റിയത്? ഇവന്റെ നിയമത്തെ തെറ്റിച്ചപ്പോൾ. എന്നിട്ട് പുറത്തു കൊടുക്കണം. ഹദീസ് ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ. യബ്സുതു യദഹു, കൈനീട്ടിയിരിക്കുക. നമ്മുടെ കൈയല്ല, നമ്മുടെ രീതിയല്ല, പക്ഷെ ഹദീസ് അങ്ങനെയാണ്. ഇന്നല്ലാഹ
യബ്സുതു യദഹു ബില്ലൈൽ. നമ്മളെ കയ്യിനെന്ന് ഉപമിക്കണ്ട. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തവർക്ക് അറിയുള്ളൂ. നമ്മളെപ്പോലത്തെ ജാഹിലിങ്ങൾക്കറിയില്ല. പക്ഷെ ഹദീസ് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഅൽ ലൈൽ. ഇന്നലെ രാത്രി വ്യഭിചരിച്ചവനും വ്യഭിചരിച്ച വേശ്യക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി, ഇന്നലെ രാത്രി മോഷ്ടിച്ചവന് പുറത്തു കൊടുക്കാൻ വേണ്ടി, ഇന്നലെ രാത്രി കുതന്ത്രങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തവന് പുറത്തു കൊടുക്കാൻ വേണ്ടി പകലിൽ കൈനീട്ടിയിരിക്കുന്നവനാണവൻ. കഴിഞ്ഞ പകലിൽ തെറ്റ് ചെയ്തവർക്ക് വേണ്ടി പുറത്തു കൊടുക്കാനായിട്ട് രാത്രി കൈനീട്ടിയിരിക്കുന്നവനാണവൻ. അപ്പൊ അവന്റെ കരുണ എത്രയാ, അവന്റെ റഫത്ത്, അവന്റെ കൃപ എത്രയാ. അള്ളാന്ന് പറയുമ്പോഴത്തേക്ക് കരിഞ്ഞു. നമുക്ക് അള്ളാഹിനെ മനസ്സിലാവാത്തത് കൊണ്ടാണ്. മനസ്സിലാവൂല, പക്ഷെ നമ്മൾ ഹിമ്മത്ത് അങ്ങോട്ട് തിരിക്കണില്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അള്ളാഹ് തിരിഞ്ഞാൽ വജലത്ത് ഖുലൂബുഹും, ഹൃദയത്തിന് ഒതുങ്ങാൻ കഴിയില്ല. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഅൽ ലൈൽ. അങ്ങനെയാണ് അല്ലാഹു, അത്രയും കരുണയാണ്. പിന്നെ നിഅമത്തോ വയാ മുബ്തദിഅൻ ബിന്നിഅമി ഖബല ഇസ്തിഹ്ഖാഖിഹാ, നീ അവകാശിയാവുന്നതിന് മുമ്പേ അനുഗ്രഹങ്ങൾ കൊണ്ട് തുടങ്ങിയവനാണവൻ. ഒരനുഗ്രഹമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ. അങ്ങനത്തെ ഒരാൾ ഇപ്പോൾ നമ്മളെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം ഉണ്ടാവും. അവനെ കുറ്റപ്പെടുത്തണ്ട. ഈ പോയിന്റിൽ നമ്മൾ കാഫറാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ പോയിന്റിൽ മനുഷ്യൻ കാഫറാവും. നിനക്ക് അവകാശമേ ഇല്ല, നിനക്ക് അവകാശമേ ഇല്ല, നിനക്ക് അവകാശം തന്നെ ഇല്ല. എന്താ നിങ്ങളെ പേര്? എൻ്റെ പേര് പറയും, ഹനീഫ്. നിങ്ങളെ പേര് പറയും? ബീരാൻ മൊയ്ത്. മുമ്പേ പേര് ബീരാൻ മൊയ്ത്, ഇതെങ്ങനെ ഹനീഫ്. ഇദ്ദേഹത്തിന് അരീക്കോട് അങ്ങാടിയിൽ മലഞ്ചർ കച്ചവടം എന്ന് സങ്കല്പിക്കുക. അടക്ക, തേങ്ങ, മഴക്കുല ഇതൊക്കെ എടുക്കുന്ന കച്ചവടം. മൂപ്പരേൻ്റെ കർഷകനാണ്. സങ്കല്പിക്കുക, മൂപ്പരേനെ അങ്ങനെ സങ്കല്പിച്ചാൽ മൂപ്പര് വാഴക്കുല, അടക്ക, തേങ്ങ, വാഴ ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. മൂപ്പരത് ചരക്കെടുക്കുന്ന മലഞ്ചരക്ക് കച്ചവടക്കാരനും. മിഥുനമാസത്തിൽ പോയി മൂപ്പര് 50,000 രൂപ വാങ്ങി. എന്തിന്? വാഴക്കണ്ണ് വാങ്ങണം, കുറച്ച് പൈസ ഒന്നും ഉണ്ടാകും. എന്ത്? വാഴ വെട്ടിയിട്ടല്ല. അപ്പോൾ മൂപ്പര് 50,000 രൂപ കൊടുത്തു അയാൾക്ക്, ബീരാമൊയ്തുകാക്ക്. പിന്നെ കർക്കിടകം അവസാനം വന്നിട്ട് പറഞ്ഞു, വള്ളട്ടിട്ടില്ല, വള്ളം 50,000 കൂടി കൊണ്ടാ. അത് വാങ്ങി. ഇപ്പം എത്ര വാങ്ങി? 1,00,000 രൂപ. പിന്നെ മൂപ്പര് വീണ്ടും ചെന്നു. എന്നിട്ട് പറഞ്ഞു, പുളയിലും നെല്ലിലൊന്നും വളമിട്ടിട്ടില്ല, ഇടക്കള കളച്ചിട്ടില്ല, ആകെ പുല്ല് മൂടിയിരിക്കണം. അതുകൊണ്ട് ഒന്ന് കള എടുക്കണം. ഈ ഒരു 50,000 കൊണ്ട 50,000 വീണ്ടും കൊടുത്തു. 1,00,000 രൂപ. പിന്നെ പറഞ്ഞു, ഇടക്കള കഴിഞ്ഞിട്ട് പിന്നെ ഒരു വളം കൂടി ഇടണം, അത് ഇട്ടിട്ടില്ല, ഈ 50,000 കൊണ്ട 50,000 പിന്നെയും വാങ്ങി. പിന്നെ പറഞ്ഞു, കൊയ്ത്തുകാരും വാഴപ്പണിക്കാരെയും ഏൽപ്പിക്കണമെങ്കിൽ പൈസ വേണം, 1,00,000 രൂപ ഉണ്ടാ, ഞാൻ അത് കഴിഞ്ഞിട്ട് തരാം. അങ്ങനെ വാങ്ങി 4-5 ലക്ഷം രൂപ വാങ്ങി എന്ന് സങ്കല്പിക്കി. അനിഫിന്ന് പിരമിഡാക്കാം. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു എന്നാൽ, മൂപ്പര് നെല്ല് മൂപ്പര് ആവശ്യം കഴിഞ്ഞിട്ട് മൂപ്പര് തിന്നാൻ പരിയിൽ എടുത്തതിന് ശേഷം കുറച്ച് നെല്ല് മൂപ്പരാണ് കൊണ്ടു കൊടുത്തു. മൂപ്പർക്കും കൂട്ടത്തിനും കുടുംബത്തിനൊക്കെ ഉള്ള വാഴക്ക തിന്നതിന് ബാക്കിയുള്ള വാഴക്കയും കൊണ്ടു കൊടുത്തു. പെരി തിന്നാനുള്ള വെറ്റിലടക്കുള്ള അടക്കെടുത്ത് വെച്ച് ബാക്കി അടക്കയും കൊണ്ടു കൊടുത്തു. പൊരയിൽ ഒരു കൊല്ലം അരക്കാനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ട് ബാക്കി തേങ്ങയും കൊണ്ടു കൊടുത്തു. എല്ലാം കൂടെ 1000 മൂപ്പര് കൊണ്ടേ കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് മൂപ്പര് ആകെ അടവ് ചെന്നത് 50,000 രൂപയാണ് എന്ന് സങ്കല്പിക്കുക.
50,000 ഉറുപ്പ്യക്കുള്ള സാധനം കൊടുത്ത് എത്ര കൊടുക്കാനുള്ളത്? 5 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാണ്ട്. എത്ര അടവ് എന്നത്? 50,000. ഈ 50,000 മൂപ്പര് ഉള്ള സാധനം അടവ് ചെന്നിട്ട് മൂപ്പര് പീടിയിൽ സാധനം കൊടുത്ത് തിരിച്ചു പോണില്ല. ചാക്കും കയറും കൊണ്ട് മൂപ്പര് അവിടെ തന്നെ നിൽക്കുക. എൻ്റെ ഇതിനക്കണത് കൊടുത്തതിന് പൈസ കിട്ടണം. ഇതന്നെയല്ലേ മനുഷ്യന്മാരെ നമ്മളും പഠിച്ച നമ്മൾ ബന്ധം. നമ്മൾ 10 ആയുസ് അള്ളാഹു തആലക്ക് കൊടുത്താലും തീരാത്തത് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കുക. നിസ്കാര പണങ്ങൾ കൊടുത്ത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ദ്വാരക്കുക. ശരി, കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പറയാം ഇതെന്ത് ഇവനെന്ത് കച്ചവടക്കാരനാണ്. പിറ്റേ പ്രാവശ്യം തേങ്ങ ഉണ്ടായ നമ്മൾ ഹനീഫക്ക് കൊടുക്കൂല. വണ്ടി വിളിച്ചിട്ട് നേരെ കാവനൂര് അല്ലെങ്കിൽ എന്താ പറയുക മുക്കത്ത് വേറെ പീടിയുണ്ടാവും, അവിടെ കൊണ്ടേ കൊടുക്കും. അതിനാണ് ശിർക്ക് എന്ന് പറയാം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? മനസ്സിലായില്ല? ഇയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് മറ്റൊക്കെ മുതൽ കൊടുക്കുക. ഇതാണ് ശിർക്ക്. പുറത്തു പറയണ്ട. ഇതാണ് ശിർക്ക്. എന്താ ദേശത്തിന് കാരണം? എന്താ? ഞാനെൻ്റെ മുതലാണ് കൊണ്ടുപോയി കൊടുത്തിട്ട് 3/4 മണിക്കൂർ അവൻ്റെ പീടിയൻ്റെ മുന്നിലൊന്ന് നിന്നു. തൽക്കാലം പൈസ തരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് കേൾക്കാണ് ഞാൻ 3/4 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. എത്ര രൂപ കൊടുത്തേ? എത്ര രൂപ വാങ്ങിയേ? എത്ര രൂപ വാങ്ങിയേ? വേറെ കുട്ടി എത്ര രൂപ വാങ്ങിയേ? 5 ലക്ഷം. എത്ര കൊടുത്തേ? എന്നിപ്പോ ദേഷ്യപ്പെടുന്ന എന്തിനാ? ആ പൈസ ഞാൻ സാധനം കൊടുത്തിട്ട് ഞാൻ 3/4 മണിക്കൂർ ഒന്ന് കഴിഞ്ഞുപോയി. ഇപ്പൊ തൽക്കാലം തീരാക്ക പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു 3/4 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. ഇതന്നല്ലേ നമ്മൾ പഠിച്ചു നമ്മളെ ബന്ധം? ആണോ അല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം പടച്ചോനെ മനസ്സിലാക്കണം. ഞാൻ അവകാശിയല്ല എന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നതാണ്. നിനക്ക് ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെയാണ് ഉത്തരവാദി എന്ന് നീ മനസ്സിലാക്കണം. അള്ളാഹു ഒരിക്കലും നിന്നെ തടയൂല. പല നാടുകളിൽ നിന്നും കുഴങ്ങി വന്ന ആളുകളാണ് ഇതൊക്കെ. ചേറ് ബാധിച്ചു വന്നവരുണ്ട്, കണ്ണീർ ബാധിച്ചു വന്നവരുണ്ട്, കഷ്ടപ്പെട്ട് വന്നവരുണ്ട്, രോഗികളുണ്ട്. ഉത്തരം ഇതാണ്: നമ്മൾക്കൊരിക്കലും റബ്ബ് തടയുകയില്ല. നമ്മളല്ലാതെ നമുക്ക് തടഞ്ഞിട്ടുമില്ല. അത്രയേ ഉള്ളൂ. കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല. ക്ലാസ് അവസാനിച്ചു. അതാരാണെങ്കിലും അവൻ്റെ പേരെന്താണ്? പേരെന്താ? റഹ്മാൻ. വഴിപ്പെട്ടവനും ഭയപ്പെടാത്തവനും കൊടുക്കും. ഇനി കുടുങ്ങിയെങ്കിൽ ഇനിയിപ്പോൾ ഈ 5 ലക്ഷം വാങ്ങിയോ വാങ്ങിയെന്നാൽ പിന്നെ കുടുങ്ങണം. യാ ഹയ്യു യാ ഖയ്യൂമു യാ മൻ കുല്ലമാ നദാഹു മുൽതറുൻ أجاب دعاه أنت الجليل الفرد والصمد الذي يعطي الذي يدعوه كل مناه يا ربنا يا ربنا يا ربنا يا ربنا يا ربي يا رباه سبحان الله. يا حي حيي يا قيوم قيومه. ഈ 2 പദം നിങ്ങൾക്കറിയോ? ഈ പദവും ചുണ്ടിൽ വെച്ചാണ് മുത്തുനബി ബദർ യുദ്ധം ജയിച്ചു പോകുന്നത്. ഒരു വാളില്ല, ഒന്നുമില്ല, ഒരു കുന്തമില്ല, ഒന്നുമില്ല. 3 വാളാണെന്ന് അഭിപ്രായം. ഒന്നിൻ്റെ നടുവിൽ പൊട്ടിയിട്ടുണ്ടെന്ന് അഭിപ്രായം. മറ്റൊരു എത്ര ആയുധം കൊണ്ടാണ് വന്നത്? എത്ര സന്നാഹങ്ങളാണ് അവർക്കുള്ളത്? ഇവർക്കൊന്നുമില്ല. ഉടുതുണിക്ക് മറുതുണിയില്ല. അവർ 100 ആളുകളാണ്. 100 ആളുകൾക്കാണ് ഒരു ഒട്ടകം മറക്കുന്നത്. ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു എന്താ ഇടയനെ പിടികൂടി സ്വഹാബികൾ മുത്തുനബിയുടെ മുന്നിൽ ഹാജരാക്കി. അപ്പോൾ ഹബീബ നബി ചോദിച്ചു, നിങ്ങൾ ഒരു നേരത്തിന് ഒരു ദിവസം എത്ര ഇറക്കും? അപ്പോൾ പറഞ്ഞു, ആഷറ, ഞങ്ങൾ 10 ഒട്ടകത്തിന് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഹബീബ നബി പറഞ്ഞു, ഫീ കുല്ലി മിഅത്തിൻ വാഹിദ. അപ്പോൾ 100 ആളുകൾക്കാണ് ഒരോട്ടം ഇറങ്ങുന്നത്. 1000 ആൾ തന്നാൽ തീരില്ല. അങ്ങനെയാണ്. എന്നിട്ടാണ് 100 ആൾക്കൊരൊട്ടകം. ഇവിടെയോ ഒട്ടകം അറക്കാൻ പിന്നെ പോയിട്ട് യാത്ര ചെയ്യാനില്ല. അപ്പോൾ സുജൂദ് കിടന്നു. പിന്നെന്താ പറഞ്ഞു? യാ ഹയ്യു യാ ഖയ്യൂം
യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനെ, എന്തിനേയും നിലനിർത്തുന്നവനെ. യാ ഹയ്യു യാ ഖയ്യൂം. യാ ഹയ്യു, ഹയ്യും ഖയ്യൂമും ചേർന്നാൽ അതിൽ ഇസ്മുൽ അഅ്ലം ഉണ്ടാകുന്നതാണ് പ്രധാന അഭിപ്രായം. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇത് ചേർത്ത് പറഞ്ഞാൽ ഇസ്മുൽ അഅ്ലം ഉണ്ടെന്ന് അത് മുന്നിൽ വെച്ച് ദുആ ചെയ്ത ഉത്തരം കിട്ടും. മനസ്സിലായില്ല? ആയത്തുൽ കുർസിയിലും തുടക്കം ഇതാണ്, ആലി ഇംറാന്റെ തുടക്കം ഇതാണ്. ആലി ഇംറാനിലെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇത് മുന്നിൽ വെച്ച് ദുആ ചെയ്ത ഉത്തരം കിട്ടും. ഇത് പറയാ ചോദിക്കുക, ഇത് പറയാ ചോദിക്കുക. എന്ത് ഹയ്യ് ഖയ്യൂം ചേർന്നാൽ അതിൽ ഇസ്മുൽ അഅ്ലം ഉണ്ടെന്നാ. എന്നെന്നും ജീവിക്കുന്നവനെ, എന്തിനേയും നിലനിർത്തുന്നവനെ. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽതറുൻ അജാബ ദുആഹു. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമാ, ഹയ്യുൻ ഖയ്യൂമായ റബ്ബേ. യാ മൻ, ഒരുത്തനെ, കുല്ലമാ നാദാഹു മുൽതറുൻ, ബുദ്ധിമുട്ടിയവൻ വിളിക്കുമ്പോഴെല്ലാം അജാബ ദുആഹു, ഉടനെ ഉത്തരം കൊടുക്കുന്നവനെ. ബുദ്ധിമുട്ടിയവൻ അപ്പം സഡൻ ആക്ഷനാ. ഓൻ എത്ര 5 ലക്ഷം വാങ്ങിയിട്ടുണ്ടെങ്കിലും പറഞ്ഞൊന്നും എൻ്റെ പെണ്ണുങ്ങൾക്ക് സുഖമില്ല, ആശുപത്രി കയറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും തന്നാൽ അപ്പോഴും പിന്നെയും കൊടുക്കും. പിന്നാരും ഇത്രയും ദയാലുവാണ്. മനസ്സിലായില്ലേ പറഞ്ഞ ചിന്തിക്ക്. പിന്നെ എന്താ കൊടുക്കാത്ത? കുടുങ്ങിയിട്ടില്ല. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ, ഉറക്കെ നദാഹു മുൽതറുൻ അജാബ ദുആഹു അൻതൽ ജലീൽ, ഏറ്റവും വളർന്നവൻ നീ തന്നെയാണ്. അൻതൽ ജലീലുൽ ഫർദു വസ്സമദുൽ ലദീ യുഅതി അല്ലദീ യദ്ഉഹു കുല്ല മുനാഹു. യുഅതി അല്ലദീ, കൊടുക്കുന്നവനാണ് നീ, അല്ലദീ യദ്ഉഹു, ദുആ ചെയ്യുന്നവർക്കെല്ലാം, കുല്ല മുനാഹു, അവൻ ആഗ്രഹിച്ചതെല്ലാം. അവനോ എന്താ പ്രശ്നം? പ്രശ്നം നമ്മളതാണ്, ആരുടേതല്ല. ഇവിടെ കഫറാവും. എന്ത്? അള്ളാഹിനെ പറ്റി ചീത്ത വിചാരിക്കും. അള്ളാഹു കാക്കട്ടെ. ഒറ്റ വാക്കോട്ട് കഫറാവും. നമ്മളെപ്പോലത്തെ ഒന്നും നേർന്നിട്ടും കാര്യമില്ല. അപ്പം കഫറാവും. സെക്കൻഡ് കഫർ. ഇവിടെ ദുആ കൊണ്ട് കഫറായി. മനസ്സിലാവുണ്ട് പറഞ്ഞത്? കുഴപ്പം ആരുടേതാണ്? അതാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ഒരു ലേഖനം, കഷ്ടപ്പെട്ട ഒരു ലേഖനം ഏറ്റു. ആ ലേഖനം നമ്മൾ പലവട്ടം വായിച്ചു നോക്കും. എന്നിട്ട് നമ്മൾ ബാലരമയിലേക്ക് അയക്കും. അപ്പോൾ ബാലരമയിൽ നിന്ന് ഒരു മറുപടി പോലും വരില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കും. പിന്നെ അയക്കും. അപ്പോഴും മറുപടി വരില്ല. പിന്നെ അയക്കും, പിന്നെ അയക്കും, പിന്നെ അയക്കും, പിന്നെ അയക്കും. കുറേ വട്ടം അയക്കുമ്പോൾ അത് മുഴുവൻ വെട്ടിയിട്ട് എഡിറ്റർ തിരിച്ചയക്കും. അപ്പോൾ നമ്മൾ കയറി എന്നർത്ഥം. ഇപ്പം ലേശം കയറി. മനസ്സിലായില്ല? ആദ്യം ഒന്നും തിരിച്ചയക്കൂല. അതങ്ങനെ തന്നെ ചവിട്ടോട്ടിക്ക്. അഡ്രസ്സ് എഴുതിയ കണ്ടാൽ തന്നെ അറിയാം ഇത് ചവിട്ടോട്ടിക്കുള്ളതാണ്. അങ്ങനെ തന്നെ ഒരിടത്തൊരു ബോക്സ് ഉണ്ട്, അതിലേക്ക് ഇടും. പിന്നെ അയക്കും, പിന്നെ അയക്കും, പിന്നെ അയക്കുമ്പോൾ അഡ്രസ്സൊക്കെ എഴുതി വൃത്തിയായിട്ടുണ്ട്. അപ്പം അയാളത് പുറത്ത് ഒഴിച്ചു നോക്കും. എന്നിട്ട് അങ്ങനെ വെട്ടിയാണ് തിരിച്ചയക്കും. അപ്പം നമുക്ക് അയാളോട് ദേഷ്യം തോന്നും. ഇങ്ങനത്തെ ലേഖനം ഇതുവരെ ബാലരമയിൽ വന്നിട്ടില്ല. എന്നിട്ട് നമ്മളിത് ഈ ജാതി അന്തല്ലാത്തവരാണ് അവിടെ ഇട്ടിട്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? പിന്നെ അയക്കും, പിന്നെ അയക്കും, പിന്നെ അയക്കും. പിന്നെ അയച്ചപ്പോൾ 3/4 ഭാഗം വെട്ടിയിട്ട് 1/4 ഭാഗം പ്രസിദ്ധീകരിക്കും. അപ്പോൾ നമുക്ക് വെട്ടിയ കാര്യത്തിൽ വിഷമം തോന്നും. നമുക്കത് നമ്മൾ എഴുതിയിട്ട് നമ്മൾ തന്നെ വായിച്ചപ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നും. മുമ്പ് ഒരാൾ ഒരു പ്രേതകഥ എഴുതിയിട്ട് നട്ടപ്പാതിരക്ക് അത് ഓൻ തന്നെ വായിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ഒരു കഥ ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി ഈ വെട്ടിയതിൽ നമുക്ക് ദേഷ്യം തോന്നും. ഈ ജാതി ലേഖനൊക്കെ എന്തിനു വെട്ടി? പിന്നെയോ പിന്നെയാക്കും. പിന്നെ പകുതി പ്രസിദ്ധീകരിക്കും. പിന്നെയോ പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ അക്ഷരം മാത്രം അവിടെ ഇവിടെയും വെട്ടു. ഒരു കത്തുണ്ടാവും, ലേഖനം നന്നായിട്ടുണ്ട് എങ്കിലും അക്ഷര തെറ്റുകൾ ശ്രദ്ധിക്കുക. പിന്നെയാക്കും, പിന്നെയാക്കും, പിന്നെയാക്കും. പിന്നെ ഫുള്ള് കൊടുക്കും. പിന്നെ കത്ത് വരും, പത്രത്തിൻ്റെ ജനറൽ മാനേജർ കത്ത് വരും. ഇവിടെ ഒരു അസിസ്റ്റൻ്റ് എഡിറ്ററുടെ വഴിയുണ്ട്. നിങ്ങൾ അതിന് യോഗ്യനാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ ഇത്രാം തീയതി ഓഫീസിൽ വരണം. നിങ്ങൾ പൊങ്ങി മേലെ മേലെ കയറി. അപ്പോഴത്തേന് എന്തായി? കൊല്ലങ്ങൾ വലുതിരിഞ്ഞു. മനസ്സിലായല്ലോ പറഞ്ഞത്? നിങ്ങൾ അവിടെ കസേരയിരുത്തും. പിന്നെ ഒരാളയക്കും. അപ്പോഴും നിങ്ങൾ പണിയെടുക്കും. മനസ്സിലായില്ല? പിന്നെ വേറൊരാൾ നിങ്ങളുടെ ക്യാബിനിലേക്ക് ഇതേപോലെ ലേഖനമാക്കും. അത് നിങ്ങൾ ഇടും. അഡ്രസ്സൊക്കെ നിങ്ങളിടും. എന്തുകൊണ്ട്?
പിന്നെ നിങ്ങൾ എഡിറ്ററൊക്കെ ആയതിനു ശേഷം നിങ്ങൾ പണ്ടത്തെ കാലത്ത് എഴുതി അയച്ചിട്ട് അവർ കത്തിക്കാത്ത പഴയ ലേഖനങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെന്ന് സൗകര്യത്തിൽ നിന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? നിങ്ങൾ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് മുഴുവനും ചവറ്റുകൊട്ടകൾ തപ്പിറ്റ് വേഗത കൊണ്ടേ കത്തിക്കും. കാരണം ഈ ബഹുമാനപ്പെട്ട ഞാനാണ് അതൊക്കെ എഴുതിയതെന്ന് ഇനി ഒരാൾ കാണാൻ പാടില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് ബോധ്യപ്പെടാത്ത കാലത്തോളം നിങ്ങൾ എഡിറ്ററെ കുറ്റം പറയും. ഇതന്നെയാണ് പഠിച്ചോൻ നമ്മളൊന്നും വെള്ളമുണ്ട്. നിന്റെ തെറ്റ് ബോധ്യപ്പെടാത്ത കാലത്തോളം നീ റബ്ബിനെ കുറ്റം പറയും. അപ്പോൾ നീ കഫറാവും. നോക്കട്ടെ, അതന്നെ എത്രഞ്ഞേ ഉള്ളൂ. നീ വേറെ പണിയൊന്നുമില്ല. അവനാരാ? അവൻ കൊടിയുടെ കൊടീശ്വരൻ. നമ്മളാരാ? ആവശ്യമുള്ള അടിമ. അവനാരാ? അവൻ കൊടുക്കുന്ന ലുബ്ധതയില്ലാത്ത. അള്ളാഹു ലുബ്ധനാണെന്ന് വിചാരിച്ചാൽ അപ്പോൾ കഫറാവും. അള്ളാഹു ലുബ്ധനാണോ? അള്ളാഹു ലുബ്ധനാണോ? ഇല്ല. പിന്നെ എന്താ തരാത്ത? നിനക്ക് തരാൻ പറ്റൂല. നീ നിന്നെ തിരുത്തണം. പല നാടുകളിൽ നിന്നും കിട്ടൽ കമ്മിയായപ്പോൾ വന്ന ആളുകളാണ് ഇത്ര അവൽ പെടുത്തുള്ളൂ, അല്ലെങ്കിൽ പെടുത്തൂല. പിന്നെ അപൂർവം അള്ളാഹിന് ഇഷ്ടമുള്ള 1, 2, 3 ആളുകളും ഈ കൂട്ടത്തിലുണ്ടാവും. ബാക്കിയൊക്കെ ഇവിടെ 2-3 വിഭാഗം ആളുകളാണ്. ഒന്ന് കുഴങ്ങിയിട്ട് വന്നവർ, കിട്ടൽ കമ്മിയായപ്പോൾ കുഴങ്ങിപ്പോയി, അങ്ങനെ വന്നതാണ് ഒരു കൂട്ടർ. ഒരു കൂട്ടരോ അള്ളാഹിനോട് വലിയ ഇഷ്ടമുള്ളത് കൊണ്ട് വന്നതാണ്. 3ാമത്തെ കൂട്ടർ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇതിൻ്റെ ഈ രാഗം കേൾക്കാതെ ഉറക്കം വരാത്ത കുറച്ച് ആളുകളുണ്ട്. ഈ 3 കൂട്ടരാണ് നമ്മളെ പരിപാടിക്ക് വരിക. ഇത്രയേ ഉള്ളൂ. ഈ 3 വിഭാഗം. അപ്പം നമുക്ക് നിങ്ങൾ വിഷയത്തിന് മർമ്മങ്ങൾ മനസ്സിലാക്കണം. നമ്മളെന്താ പ്രശ്നം? നമ്മളെ തിരിച്ചറിയണം. നമ്മൾ തെറ്റ് കണ്ടെത്തണം. യാ ഹയ്യു യാ ഖയ്യൂമു യാ മൻ കുല്ലമാ നദാഹു മുൽതറുൻ അജാബ ദുആഹു അൻതൽ ജലീലുൽ ഫർദു വസ്സമദുൽ ലദീ. നിനക്കറിയോ അല്ലാഹനെ? ഞാൻ അല്ലാഹനെ ഒരു ഉദാഹരണം പറയാം. അവസാനം സ്വർഗത്ത് കയറ്റുന്ന ഒരാൾക്ക് മടി വരും. അല്ലാഹനെ മനസ്സിലാക്കണം. അവസാനം സ്വർഗത്തിൽ കയറ്റുന്ന ഒരു മനുഷ്യൻ മടിയനായിരിക്കും. സ്വർഗത്തിൽ കിടക്കുന്ന പറഞ്ഞാൽ ഇവനൊരു മടി പോലെ. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കൾ ചോദിക്കും, എന്താ എനിക്കൊരു ഒരു മെല്ലെപ്പോക്ക് സ്വർഗത്തേക്ക് കയറിക്കോ പറഞ്ഞാൽ അങ്ങനെയൊന്നല്ലല്ലോ, സ്പീഡ് പോണേ. അപ്പം പറഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് ഒരു കാര്യമൊന്നുമില്ല. കാരണം ആദ്യം പോയവരൊക്കെ വളച്ച് കെട്ടി ഓരോരുത്തരും വലുതാക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാനവിടെ ചെന്നാൽ ബസ് സ്റ്റോപ്പ് വരെ കിട്ടാനില്ല. ഞാൻ എന്തിനാ പോകണം? മനസ്സിലായില്ല? നിങ്ങൾ ചിന്തിക്കുക. മുത്തനബി പറഞ്ഞതാ. നിനക്കെന്താ ഒരു നേരം പോയി എന്താ അങ്ങനെ സ്പീഡൊക്കെ കുറഞ്ഞ് സ്വർഗത്ത് കയറിക്കോന്ന് പറഞ്ഞാൽ അത് സ്പീഡ് പോണ്ടേ? ഇജെന്താ പോകാത്തെ? എന്തിന് പോകണം? ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ ലഫ്ളിൽ വ്യത്യാസം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹു ചോദിക്കും, തുരീദു മിസ്ല നിഅമത്തി ദുനിയ, ഞാൻ ഈ ഭൂമിക്ക് മുകളിൽ നീ കണ്ടത് അത്രയും നിനക്ക് സ്വർഗത്തിൽ തന്ന മതിയാവോ? അപ്പോൾ അയാൾ പറയും ഫതിൽ കാസിയതു യാ റബ്ബി, അതൊക്കെ അറിയണം, അത്ര വേണ്ട. ആരോട് പറയും? ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂലൻ, സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന മനുഷ്യനോട് അയാൾ മടിയനായി കയറുന്ന നേരത്ത് അള്ളാഹു പറയും ദുനിയാവിന്റെ അത്രേ നീ വസിച്ച ഭൂമിയുടെ അത്ര നിഅമത്ത് നിനക്ക് തന്നാൽ മതിയാകുമോ? അതൊക്കെ കുറച്ചേറെയല്ലേ റബ്ബേ? അപ്പോൾ അല്ലാഹു പറയും നിനക്ക് ഭൂമിയുടെ അത്രയും ഉണ്ട്, അതിന്റെ 10 അത്രയും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമിയിലെ മൊത്തം സമ്പത്തിന്റെയും അതിന്റെ 10 അത്രയും നിനക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്.
മനസ്സറിഞ്ഞ് പറയാം, അവനാര്, അവൻ്റെ കരുണ എത്രയാ, അള്ളാഹു തുറന്നു തരട്ടെ. അവർക്ക് പറ, അള്ളാഹു തുറന്നു തരട്ടെ, അള്ളാഹു തുറന്ന് വെച്ചിട്ട് ഇത്ര مثل الدنيا وعشرة أمثالها حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله. ഒരു തൃപ്തിമില്ലാത്തവനാണവൻ. അവസാന സ്വർഗത്ത് കയറാനുള്ള കാരണം ഇയാൾ ദോഷിയായിട്ട് ഉണ്ടാവുമല്ലോ. എന്നിട്ടായി കൊടുക്കണം, എത്രയാ എന്നിട്ട് എത്രയാ കൊടുക്കണം? അവൻ ഈ പടച്ചോൻ ഇവിടെ എന്താ കൊടുക്കാത്ത? ഇതിന് കാരണമുണ്ട്. ഇവിടെ അങ്ങനെ തരാൻ പറ്റൂല, നീ യോഗ്യനാകണം. അപ്പൊ നമ്മുടെ തടസ്സം നമ്മൾ തന്നെയാണ്, അത് കണ്ടെത്തണം. ഒറ്റ സംഭവം പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു സംഭവം പറയാം, ഞാൻ ഒറ്റ സംഭവം പറയാം, ചെവി തുറന്ന് കേട്ടോളി. ഒരു സംഭവം പറയാം. അബി അബ്ദുല്ലാഹിൽ ഹാരിസ് الرازي റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് ബറൂസവി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്ന ഒരു സംഭവം ഞാൻ ഇന്ന് രാവിലെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്കിതിൽ ഒരു മാനദണ്ഡമായി ഉപയോഗിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ മാനദണ്ഡമാക്കാവുന്ന ഒരു നിഅമത്ത്. നിങ്ങൾ എവിടെ നിന്നൊക്കെ വന്നവരല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളവസ്ഥ ഭംഗിയാക്കണം. നമുക്കേ നമ്മൾ നന്നാക്കാൻ കഴിയൂ. നമ്മൾ തിരുത്തണം. നമുക്കു നാമേ പണിവതുനാകം നരകവും അതുപോലെ എന്നൊരു വാക്കുണ്ട്. ഉള്ളൂർ എസ് പരമേശ്വരിയരുടെ ഒരു കവിതയുണ്ട്. നമുക്കു നാമേ പണിവതുനാകം നരകവും. നമുക്കുകിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഉള്ളൂരിൻ്റെ എൻ്റെ ഓർമ്മ 99% ഉള്ളൂരിൻ്റെ കവിതയാണ്. നമിക്കുകിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഉയരാം, നീ താഴുകയാണെങ്കിൽ, നീ നമിക്കുകയാണെങ്കിൽ, നീ ദൈവത്തിനെ നമിക്കുകയാണെങ്കിൽ നിനക്കുയർന്നുയർന്നു പോകാം. നടുകിൽ തിന്നാം, നീ നട്ടുപിടിപ്പിച്ചാൽ നിനക്ക് തിന്നാനുണ്ടാവും. നൽകുകിൽ നേടിയിടാം, നീ ഒരാൾക്ക് കൊടുത്താൽ നിന്റെ സന്ദർഭത്തിൽ നിനക്കും കിട്ടും. നമുക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? വലിയ വാക്ക. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മുടെ സ്വർഗവും നരകവും നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു.